ഹലോ ഗായ്സ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലാംഗ്വേജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ജർമ്മനിൽ വന്നിട്ട് നമുക്ക് ലാംഗ്വേജ് ക്ലാസ്സസ് എടുക്കാൻ പറ്റും. നമുക്കിപ്പം ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് എനിക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണ്, എനിക്ക് ആബൻഡ് ബാച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 6 to 8 വരെയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകുന്നത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ക്ലാസ്സിൽ. നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. ഇതാണ് എൻ്റെ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്ക്. B1.5. ഞാനിവിടെ B1.5 ആണ് കേട്ടോ. B1.2. നമ്മൾക്കിവിടെ ജർമ്മനിയിൽ 8 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ ആറാമത്തെ മൊഡ്യൂളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. B2 വരെയൊക്കെ 8 മൊഡ്യൂളാണ് കേട്ടുള്ളത്. അതിൽ 6ാമത്തെ മൊഡ്യൂളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ടെക്സ്റ്റ് പിന്നെ ഒരു നോട്ട്, പിന്നെ ഞാൻ പേന, പെൻസിൽ കാര്യങ്ങളൊക്കെ കൈ പിടിക്കും പോകുമ്പോൾ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും പാസ്പോർട്ട് കൈ പിടിക്കും കേട്ടോ. ചിലപ്പം പാസ്പോർട്ട് ആരെങ്കിലും ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ബസ്സിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ചിലപ്പോൾ പാസ്പോർട്ട് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കേണ്ട വരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും പാസ്പോർട്ട് കൈ പിടിക്കും. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ്, ഇത് ഞാൻ ചുമ്മാ കൈ പിടിക്കും. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രി ക്ലാസ് ആയ കാരണം എനിക്ക് പുറത്തിറങ്ങുമ്പോൾ നല്ല തണുവാണ്. രാത്രി കമ്പാരിറ്റീവ്ലി നല്ല തണുവ് കൂടുതലായിരിക്കും. അപ്പം ഞാൻ അന്ന് വാങ്ങിയ ജാക്കറ്റും കൂടി ഇടുന്നു. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ജാക്കറ്റ്. കാണാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ ജാക്കറ്റ്. ഇതാണ് നമ്മൾ അന്ന് ഡെക്കാത്തലോണിൽ പോയി മാറ്റി വന്ന ജാക്കറ്റ് കേട്ടോ. ഡെക്കാത്തലോൺ. പോകാനുള്ളത് സെറ്റായി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മെയിൻ ജാക്കറ്റ് മാത്രം ഇട്ടാൽ മതി. ജാക്കറ്റ് മെയിനായിട്ടുള്ള ജാക്കറ്റ് നമ്മൾ അടിയിൽ കയറി സ്ഥലത്ത് ഹാങ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഓക്കെ, ഇനി തണുക്കില്ല കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ നോർമൽ ഡ്രസ്സിന് മുകളിൽ ഇത് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഇനി ജാക്കറ്റ് ഇടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ക്ലാസ്സിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് സമയം വൈകിയ കാരണം പിന്നെ കുട എടുക്കാൻ തിരിച്ചു പോകാൻ നിന്നില്ല. ചെറിയ മഴച്ചാറിലല്ലേ എന്ന് വിചാരിച്ച് വേഗം നടന്നു ബസ് സ്റ്റോപ്പിൽ. ഞാൻ കുറച്ച് നേരം വൈകിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ഓടുകയൊക്കെ ചെയ്തു കേട്ടോ, ബസ് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ബസ് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തി, ബസ്സിൽ കയറി. പിന്നെ നമ്മൾ നേരെ സ്കൂളിൻ്റെ അവിടെയാണ് ചെന്നിറങ്ങിയത്. ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അവർ പറയുന്നതും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റിയിട്ട് അവരോട്. പിന്നെ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ വിചാരിച്ചത് മലയാളീസ്, ഇന്ത്യൻസൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടോ അത്യാവശ്യം. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നത് ക്ലാസ്സിൽ. പിന്നെ നമുക്ക് എല്ലാ ക്ലാസ് കഴിയുമ്പോഴും വന്നൊരു ടെസ്റ്റ് ഉണ്ടാവും ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 9 മണി ആയിട്ടോ. എൻ്റെ വീട്ടിലുള്ള ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് 8:45 അത് കഴിഞ്ഞിട്ട് അടുത്ത ബസ് ഉണ്ടായിരുന്നത് 10:15 കേട്ടോ. അപ്പോൾ ഞാൻ 10:15 വരെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരുന്നു. 1 മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ബസ് വന്ന് അത്യാവശ്യം ലേറ്റായി വീട്ടിലെത്തിയപ്പം 11 മണി ഒക്കെ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പം.